ഒരൊറ്റ രാത്രി കൊണ്ടാണ് ഒരു പ്രദേശമാകെ മണ്ണിനടിയിലായത്. എത്ര ജീവനുകളാണ് ഇനിയും കണ്ടെത്താനുള്ളതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളടക്കമുള്ളവർ വിവിധ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിരാലംബരെ ചേർത്ത് പിടിച്ച ചരിത്രമാണ് കേരളത്തിനുള്ളതെന്ന് ഓർമ്മിപ്പിക്കുകയാണ് സഹായഹസ്തവുമായി വിവിധയിടങ്ങളിൽ എത്തുന്നവർ. കൂട്ടത്തിൽ ഏറെ ശ്രദ്ധേയമായ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ചില കമന്റുകൾ. ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണം, എൻ്റെ ഭാര്യ തയ്യാറാണ് എന്നാണ് ഒരാൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ സന്നദ്ധ പ്രവർത്തകരെ അറിയിച്ചത്. ഇതിന് പിന്നാലെ ഇടുക്കി സ്വദേശി സജിനും കുടുംബവും വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കുഞ്ഞുമക്കൾക്ക് ആരെങ്കിലും കുഞ്ഞിനെ മുലപ്പാൽ നൽകി സംരക്ഷിക്കാനും തയ്യാറാണെന്ന് പറഞ്ഞു വന്നു. ഞങ്ങൾ ഇടുക്കിയിലാണ്, എങ്കിലും വയനാട്ടിൽ വന്ന് കുഞ്ഞുമക്കൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനെ പരിപാലിക്കാനും മുലപ്പാൽ നൽകി സംരക്ഷിക്കാനും എൻ്റെ കുടുംബം തയ്യാറാണ്. ഞങ്ങൾക്കുമുണ്ട് കുഞ്ഞുമക്കൾ എന്നാണ് ബന്ധപ്പെടേണ്ട നമ്പർ സഹിതം ഇടുക്കിക്കാരനായ സജിൻ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത്. കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാൻ തയ്യാറായി മറ്റു പലരും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തി. എങ്ങനെ എത്തിക്കണമെന്ന കാര്യത്തിലും ആശങ്കയുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് സഹായം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കളക്ടറുടെ പോസ്റ്റിനു താഴെയും കുട്ടികളെ വളർത്താൻ സന്നദ്ധ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള കമന്റുകളെത്തി. അനാഥരെന്ന് കരുതുന്ന മക്കളിലുണ്ടെങ്കിൽ എനിക്ക് തരുമോ മാഡം? എനിക്ക് കുട്ടികളില്ല, ഞാനും എൻ്റെ ഭാര്യയും പൊന്നുപോലെ നോക്കാം എന്നാണ് കോഴിക്കോട് സ്വദേശിനിയായ ഒരാൾ കമന്റ് ചെയ്തത്.